വെടിനിർത്തൽ ലംഘിച്ച് ഗസയിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുകയാണ്. കുടുംബങ്ങൾ താമസിക്കുന്ന കേന്ദ്രങ്ങൾ നോക്കിയാണ് ഇത്തവണത്തെ ആക്രമണം ഉണ്ടായത്. കനത്ത വ്യോമാക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. ഒക്ടോബർ 10 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ഗസയിൽ ഏറ്റവും കൂടുതൽ പേരെ കൊന്നുതള്ളിയ ദിവസം കൂടിയായി കഴിഞ്ഞ ദിവസം മാറി. ഗസ സിറ്റിയിലും ഖാൻ യൂനിസിലുമാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. 80-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 3 പ്രത്യേക സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണമെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. തെക്കൻ ഗസയിലെ അൽ മവാസി ഉൾപ്പെടെ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം. കിഴക്കൻ ഗസ സിറ്റി പ്രദേശമായ ഷുജായയിലും ഇവർ ആക്രമണം നടത്തി. കുടിയിറക്കപ്പെട്ട ഫലസ്തീൻ കുടുംബങ്ങൾ കൂട്ടത്തോടെ താമസിക്കുന്ന സൈത്തോണിന്റെ തൊട്ടടുത്തുള്ള ഒരു കെട്ടിടത്തിന് നേരെയും ആക്രമണമുണ്ടായി. ഇവിടെ ഒരു കുടുംബം മുഴുവൻ ഉൾപ്പെടെ കുറഞ്ഞത് 10 പേർ കൊല്ലപ്പെട്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരു പിതാവും ഉമ്മയും അവരുടെ 3 കുട്ടികളും ഈ കെട്ടിടത്തിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടു എന്ന് പ്രദേശവാസിയായ മെഹമ്മൂദ് വ്യക്തമാക്കുന്നു. ഗസയിലുടനീളമുള്ള ഫലസ്തീനികൾ ദിവസേനയുള്ള ഭീകരതകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും മെഹമ്മൂദ് പറഞ്ഞു. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷവും ബോംബാക്രമണങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. തുടർച്ചയായ ആക്രമണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. വെടിനിർത്തൽ 40 ദിവസം പിന്നിടുമ്പോൾ 400-ലേറെ തവണയാണ് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുള്ളത്. ഇതിലൂടെ 300-ലധികം ഫലസ്തീനികളെയും ഇസ്രയേൽ കൊന്നു. തെക്കൻ ലബനാനിലെ ഫലസ്തീനി അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വർഷം മുൻപ് ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം നടക്കുന്ന വൻ ആക്രമണം കൂടിയാണ് ഇത്. തീരദേശ പട്ടണമായ എയ്നുൽ ഹിൽവ അഭയാർത്ഥി ക്യാമ്പിലെ മസ്ജിദിന്റെ പാർക്കിങ്ങിന് നേരെയായിരുന്നു ഒരു ബോംബാക്രമണം. രാജ്യത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒന്നാണ് എയ്നുൽ ഹിൽവയിൽ 64,000-ഓളം പേർ താമസിക്കുന്ന ഈ അഭയാർത്ഥി ക്യാമ്പ്. ഇവിടെ 64,000 പേർ താമസിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്ത് ഒക്ടോബറിൽ ഇസ്രായേൽ ബോംബറുകൾ ആക്രമണം നടത്തിയിരുന്നു. ഗസയിലും ലബനാനിലും ഫലസ്തീൻ ജനതയെ കൊന്നൊടുക്കിയ ഇസ്രായേൽ സൈനിക നീക്കത്തിനെതിരെ ഹമാസ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ മറയാക്കി ക്രൂരമായ വംശഹത്യ തുടരാനുള്ള ഇസ്രായേൽ നടപടിയെ ചെറുക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെടിനിർത്തൽ ലംഘനം ഗുരുതര സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് എന്ന് UN ഏജൻസികളും പറയുന്നു. ഗസയിലെ സ്ഥിതി ദയനീയമെന്നും ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് നേരെയുള്ള ആക്രമണം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും UN ഏജൻസി മേധാവി ഫിലിപ്പെ ലസാരിയും ചൂണ്ടിക്കാട്ടി. ഗസയിൽ മാനുഷിക സഹായത്തിന്റെ ലഭ്യതക്കുറവും ലസാരി എടുത്തു പറഞ്ഞു. കൂടുതൽ സഹായം എത്തിയില്ലെങ്കിൽ മാനുഷിക പ്രതിസന്ധി തീവ്രമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനിടെ അധിനിവിഷ്ട ദക്ഷിണ സിറിയൻ പ്രദേശത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ സന്ദർശനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. സിറിയയും ജോർദാൻ ഉൾപ്പെടെയുള്ള വിവിധ അറബ് രാജ്യങ്ങളും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.